ഇന്ന് നമ്മളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയാക്കുന്നത്. എപ്പോഴും നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉപ്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായി കുറച്ച് മസാലപ്പൊടികളും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ഉപ്മാവാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മസാല ഉപ്മാവ് റെഡിയാക്കാനായിട്ട് 2 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉപ്മാവിനൊക്കെ എടുക്കുന്ന റവ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് വറുത്തിട്ടുള്ള റവയാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിലും ഒന്നങ്ങ് ചൂടാക്കി വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ വറുത്തിട്ടുള്ള റവ തന്നെയാണ്, നമ്മളുടെ പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവ ഉണ്ടല്ലോ അത് തന്നെയാണ് എടുക്കുന്നത്. എന്നാലും കുറച്ച് സമയം കൂടെ ഒന്നങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവ തന്നെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വറുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്നങ്ങ് ചൂടാക്കി ഒരു ഇത്തിരി അങ്ങ് വറുത്തെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ കളറായി കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല, ഇനി നമ്മൾ ഒട്ടും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. സാധാരണ നമ്മൾ ഉപ്മാവിന് വറുത്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ. റവ കൊണ്ട് ശരിക്കും ഏത് രീതിയിൽ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്തും ഒന്നങ്ങ് വറുത്തതിന് ശേഷമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടും. പിന്നെ അപ്പോൾ നമ്മൾ വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വറവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും കുറച്ച് കൂടുതലാവും കേട്ടോ. അതായത് വറുക്കാത്ത റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുന്ന അത്രയ്ക്ക് വെള്ളം വേണ്ടി വരില്ല. വറവ് കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് കൂടുതൽ അളവ് എടുക്കേണ്ടി വരും. ഇപ്പോൾ റവ അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. കാരണം നമ്മുടെ ഈ ഒരു പാനിന് ചൂടുണ്ടാവുന്ന സമയത്ത് അടിയിൽ പിടിക്കലേക്ക് അരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഇനി ഉപ്മാവ് റെഡിയാക്കാനുള്ള പാൻ ചൂടാക്കിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയല്ല എടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു മയം വരുന്ന ഫീല് കിട്ടിയിട്ടുണ്ട്. എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ശരിക്കും ഒരിത്തിരി ഓയിൽ ഉണ്ടെങ്കിൽ ഉപ്മാവിന് കുറച്ചൊരു മയം കിട്ടും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഉഴുന്നൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉഴുന്ന് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്മാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. മസാല ഉപ്മാവിന് മാത്രമല്ല സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴും ഈ ഉഴുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉഴുന്ന് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കും. ഒരുപാട് കരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്നങ്ങ് കളർ മാറി കിട്ടിയാൽ മതി. ഉഴുന്നൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളകും ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. ആദ്യം ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 1-2 എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 വരെ എടുക്കുക. നീളത്തിൽ മുറിച്ചിട്ടല്ല, ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അത്യാവശ്യം അങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്നൊടയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് അങ്ങ് ആ ഒരു പച്ച രുചി അങ്ങ് മാറിയിട്ട് ഒന്നങ്ങ് വഴന്ന് വന്നാൽ മാത്രം മതി. ഉള്ളി അത്യാവശ്യം ഒന്നങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് ബീൻസ് ചെറുതായി മുറിച്ചത്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, പിന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ആണ് എത്രയ്ക്ക് അളവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സാധാ ഗ്രീൻ പീസാണ് നമ്മൾ എടുക്കുന്നത്, അതായത് ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഗ്രീൻ പീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസ് ആയാലും മതി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയമാണിത്. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല, ചിക്കൻ മസാല അങ്ങനെ ഏതെങ്കിലും താല്പര്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. അതിന് പകരം ഗരം മസാല മാത്രം ചേർത്താലും മതി. പക്ഷേ ഒരു ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറായിട്ട് തോന്നുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയൊക്കെ എടുക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലേൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുത്താലും മതി. പിന്നെ ഒരു 2 നുള്ളു കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കായം ശരിക്കും നമ്മൾ ആ കടുക് പൊട്ടിക്കുന്ന സമയമുണ്ടല്ലോ, ആ കറിവേപ്പിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ ആ സമയത്ത് വിട്ടുപോയി, അതുകൊണ്ട് ഈ ഒരു സമയത്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറി വരുന്നതെന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി വേണമെന്നുള്ളവർക്ക് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളി അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾ പച്ചക്കറികളും വെന്തിട്ടുണ്ടാവും. ക്യാരറ്റൊക്കെ ചെറുതായി മുറിച്ചിട്ടതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി ഇങ്ങനെ വെന്ത് പാകമായിട്ടില്ല, കുറച്ചുകൂടെ വേവണം തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് അങ്ങ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്.
പച്ചക്കറികളായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റ് പാകമായി വന്നോളും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇനി ഇതിലേക്കുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് റവ എടുക്കുന്ന സമയത്ത് 3.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പ് റവയ്ക്ക് ഒരു 1.25 കപ്പ് വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.25 കപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ വറുത്ത റവ ഒന്നുകൂടെ വറുത്തിട്ട് എടുത്തപ്പോഴാണ് 1.25 കപ്പ് എടുത്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ റവയുടെ വറവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ പാക്കറ്റിൽ വറുത്ത റവ വാങ്ങിയിട്ട് അത് ഡയറക്റ്റ് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പിന് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം തന്നെ ആകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അതല്ല ആ വറുക്കാത്ത റവയിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് കൂടുതൽ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റവ വറക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു റവയ്ക്ക് ഈ ഒരു 1.25 കപ്പ് വെള്ളം കണക്കായിരിക്കും. 1 കപ്പിന് 1.25 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് തിളച്ച് വന്നോട്ടെ. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. റവ ഇതിലേക്ക് ചേർക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ഇത്തിരി നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഒരു ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് തിളപ്പിക്കണമെന്നൊന്നുമില്ല, ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് തന്നെ അങ്ങ് റവ ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവ കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് തീ ഒന്നങ്ങ് കുറച്ച് വെക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ റവ ഇട്ട് തീരുമ്പോഴേക്കും ചിലപ്പോൾ മൊത്തത്തിൽ വെള്ളം അങ്ങ് വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. തീ കുറച്ച് വെച്ചിട്ട് കുറച്ചായിട്ട് റവ ഇട്ടിട്ട് മൊത്തത്തിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. റവയുടെ എല്ലാ ഭാഗത്തേക്ക് വെള്ളം എത്തുന്ന രീതിയിൽ ആദ്യം ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തിടാം. മൊത്തത്തിൽ ഇളക്കി മറിച്ച് ഈ സമയത്ത് നമ്മൾ വേവിക്കുന്നില്ല. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇനി ഇത് ഈ ഒരു ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റ് വെക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടും. നമ്മൾ എടുക്കുന്ന എത്രത്തോളം അളവുണ്ട് അതിനനുസരിച്ച് സമയത്തിലും വ്യത്യാസം വരും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് തുറന്നു വെക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. മൊത്തത്തിൽ ഒന്നങ്ങ് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് റവയുടെ എല്ലാ ഭാഗത്തേക്ക് വെള്ളം എത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഒരുപാട് കുഴഞ്ഞിരിക്കുകയൊന്നുമില്ല. കാരണം മൊത്തത്തിൽ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറക്റ്റ് പാകമായിട്ട് വരും. പിന്നെ ഇതൊരു മസാല ഉപ്മ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത വെള്ളത്തിൽ നിന്ന് ഒരു 1/4 കപ്പ് കൂടുതൽ എടുത്താലും മതി കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് നല്ല കുഴഞ്ഞിരിക്കുന്നത് കിട്ടും. കാരണം നമ്മൾ ഒരുപാട് കറി കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നത്. മൊത്തത്തിൽ അതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഒരു 3-5 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ചു വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി തേങ്ങ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിലാണ് ചെയ്തിട്ടുള്ളത്, എന്നാലും നല്ലൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മസാല ഉപ്മ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന് സമയത്തൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ആ ഒരു നമ്മൾ മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ടെക്സ്ചർ ആയിരിക്കില്ല. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഇത്തിരി കൂടെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. കുറച്ചുകൂടെ വിട്ടുവിട്ടിരിക്കുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കാണുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഉപ്മാവ് ഒരു സർവിങ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയൊരു ബൗളിൽ എടുത്തിട്ട് ഒന്നങ്ങ് കമിഴ്ത്തി വെച്ചതാണ് കേട്ടോ. ഇത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഉപ്മാവ് നമ്മൾ എപ്പോഴും എളുപ്പത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരു രീതിയിലേ ഉള്ളത് ചെയ്തു നോക്കാതെ വല്ലപ്പോഴും ചെറിയൊരു വ്യത്യസ്തതയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാ മസാലയൊക്കെ കൂടെ വരുന്ന സമയത്ത്. അപ്പം ഈ ഒരു രീതിയിലുള്ള ഉപ്മാവ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്